Hello guys, so നമ്മൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി ഹാഡ് ഡിസ്കസ് ഓൾ ദി അതർ സെഷൻസ്, അതായത് നമ്മുടെ ആ ബാക്കിയുള്ള സെഷൻസിലൊക്കെ വി ഹാഡ് കവേർഡ് ദ ടോപ്പിക്സ്. ബ്ലഡ് ഗ്രൂപ്പിംഗ് കഴിഞ്ഞു, അതുപോലെ തന്നെ RH ഗ്രൂപ്പിംഗ് കഴിഞ്ഞു, കോയഗുലേഷൻ കഴിഞ്ഞു, ഹാർട്ടിന്റെ സ്ട്രക്ചർ ആൻഡ് കാർഡിയാക് സൈക്കിൾ, ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ECG ആൻഡ് സം ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട് ആണ്. അത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദോസ് വീഡിയോസ് ആൻഡ് കം റൈറ്റ് ബാക്ക് ഹിയർ ടു വാച്ച് ദിസ് വീഡിയോ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. ഇപ്പം തന്നെ പഠിക്കുക, നോട്ട്സ് ഒക്കെ എഴുതി വെക്കുക. ഞാൻ വീണ്ടും പറയാണ്, ബിക്കോസ് എക്സാംസ് ആർ നിയറിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ഹാഡ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ECG എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ECG ആൻഡ് സം ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. നമ്മൾ പറഞ്ഞു ECG എന്ന് പറഞ്ഞാൽ എന്താ? ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകാർഡിയോഗ്രാം. Electrocardiogram എന്താ? Electrocardiogram is the graphical representation of cardiac activity. നമ്മുടെ ഹാർട്ടിൽ നടക്കുന്ന കാർഡിയാക് ആക്ടിവിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് വേറെ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്താ? ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ കാർഡിയാക് ആക്ടിവിറ്റി. നമ്മുടെ ഹാർട്ടിന്റെ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ആൻഡ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് as ഗ്രാം. തെറ്റി പോവരുത്, തിരിഞ്ഞു പോവരുത് കേട്ടോ. ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പി എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ലാബിലൊക്കെ കാണുന്ന ECGയുടെ എക്യുപ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് വിൽ ബി റെക്കോർഡിംഗ് അവർ കാർഡിയാക് ആക്ടിവിറ്റീസ്. ആൻഡ് എങ്ങനെ റെക്കോർഡ് ചെയ്യുക? അതിന് കുറച്ച് ലീഡുകളുണ്ട്. ഓക്കെ, കുറച്ച് ലീഡ്സ് കാണാൻ പറ്റും. ആ ലീഡ്സ് നമ്മൾ പേഷ്യന്റിൽ വെച്ച് കൊടുക്കും. എവിടെയൊക്കെയാണ് ലീഡ്സ് വെക്കുക? നമ്മുടെ രണ്ട് റിസ്റ്റില്ലേ, ഓക്കെ, വാച്ച് കെട്ടുന്ന ഭാഗം, ദാറ്റ് ഇസ് റിസ്റ്റ്. റിസ്റ്റിൽ നമ്മൾ രണ്ട് ലീഡ് വെക്കും. നമ്മുടെ രണ്ട് റിസ്റ്റിലും ഓരോ ലീഡ്സ് വീതം വെക്കും. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ആങ്കിളിൽ, എന്താ ആങ്കിൾ എന്ന് പറഞ്ഞാൽ ആങ്ക്ലെറ്റ് ഇടുന്ന ഭാഗം, പാദസരം ഇടുന്ന ഭാഗം, ഓക്കെ, ആ ആങ്കിളിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലീഡ് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ECG നമ്മുടെ കാർഡിയാക് ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യും. ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയാണ് ലീഡ് സാധാരണയായിട്ട് വെക്കുക. അവിടെ നിന്നാണ് നമ്മുടെ കാർഡിയാക് ആക്ടിവിറ്റീസ് പിക്കപ്പ് ചെയ്യുക. ചിലപ്പോൾ അവിടെ നിന്നൊന്നും നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസസ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി വിൽ ബി യൂസിങ് മൾട്ടിപ്പിൾ ലീഡ്സ്. നമ്മൾ വേറെയും കുറേ ലീഡ്സ് അവിടെയും ചെസ്റ്റിലും അവിടെയും ഒക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ കാർഡിയാക് ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. യൂഷ്വലി വി വിൽ ബി യൂസിങ് ഈ പറയുന്ന രണ്ട് ആങ്കിൾസിൽ ഒരെണ്ണം അതുപോലെ തന്നെ രണ്ട് റിസ്റ്റിലും ആയിട്ടാണ് നമ്മൾ യൂഷ്വലി വെക്കാറ്. ദാറ്റ്സ് ഓൾ. ഈ ECG എന്ന് പറയുന്നത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? നമുക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എവിഡന്റ് ഇൻ ദിസ് ECG. ഓക്കെ, എന്താണ് ECG, എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ECGയിൽ ആക്ച്വലി കുറച്ച് വേവ്സ് വരുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് എ P വേവ്, there is a QRS complex. ഞാൻ അത് ഇവിടെ വലുതാക്കി വരയ്ക്കാം. there is a P wave, okay, and there is a QRS complex ഉണ്ട്, and there is a T wave. ഇത്രയും വേവ്സ് ആണ് വരുന്നത്. this is P wave, this is QRS complex, and this is T wave. I think it is visible. this is P wave and this is QRS complex ഉണ്ട്, and this is T wave. ഇതാണ് P wave, ഇത് QRS എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്, T വേവ് ഉണ്ട്. ഇങ്ങനെ 4 വേവ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഈ P വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ കൺട്രാക്ഷൻസ് അതർവൈസ് കോൾഡ് as ഏട്രിയൽ സിസ്റ്റോൾ. ആൻഡ് QRS കോംപ്ലക്സ് വിൽ ബി റെപ്രസെന്റിങ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന ഏത് വേവ് ആണ്? ഈ ഒരു കോംപ്ലക്സ് ആണ്, QRS കോംപ്ലക്സ് ആണ് അതിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക? റെപ്രസെന്റ് ചെയ്യുന്നവ. രണ്ട് ഡിപ്രഷനും കാണാൻ പറ്റും, ഒരു എലിവേഷനും കാണാൻ പറ്റും. ദാറ്റ് ഇസ് QRS കോംപ്ലക്സ്. ആൻഡ് T വേവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റെപ്രസെന്റിങ് വാട്ട്?
വെൻട്രിക്കുലാർ റിലാക്സേഷൻ. വെൻട്രിക്കുലാർ റിലാക്സേഷൻ. നമ്മുടെ ഹാർട്ടിന്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞോ? ഇതോടുകൂടി ഇല്ല. നമ്മൾ ഒരാളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഏതാ? ഏട്രിയൽ ഡയസ്റ്റോൾ അല്ലെ? ഏട്രിയൽ ഡയസ്റ്റോൾ അഥവാ ഏട്രിയൽ റിലാക്സേഷൻ. ആ ഏട്രിയൽ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഒരു ഹിഡൻ വേവ് ആണ്. അത് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വേവ് ആണ്. ഓക്കെ, അത് നമുക്ക് പുറത്തോട്ട് എവിഡന്റ് അല്ല. QRS കോംപ്ലക്സിൽ ഇറ്റ് ഈസ് ഹിഡൻ. വാട്ട്? ഏട്രിയൽ റിലാക്സേഷൻ എന്ന് പറയുന്ന വേവ്. ദാറ്റ് വേവ് ഇസ് ഹിഡൻ ഓവർ ഹിയർ. സോ ഏട്രിയൽ കൺട്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അഥവാ ഏട്രിയൽ സിസ്റ്റോളിനെ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ആണ് പി വേവ്. QRS complex will be representing ventricular systole അഥവാ ventricular depolarization or ventricular systole. Okay, ventricular contraction represent ചെയ്യുന്നതാണ് QRS complex and T wave will be representing, നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം, T wave will be representing what? Ventricular relaxation അഥവാ ventricular repolarization or ventricular diastole. Ventricular diastole. So I think this is clear. ECG കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ECG എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ആക്ടിവിറ്റീസ് ഓർ കാർഡിയാക് ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നും, ഇലക്ട്രോകാർഡിയോഗ്രാം ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ആൻഡ് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ 2 റിസ്റ്റിലും ഓരോ ലീഡും ലെഫ്റ്റ് ആങ്കിളിൽ ഒരു ലീഡ് വെക്കും. സോ ദാറ്റ് യു ക്യാൻ റെക്കോർഡ് ദോസ് ഇമ്പൾസസ് ലൈക്ക് ദിസ്. P wave will be representing, E elevation will be representing atrial systole, QRS complex will be representing ventricular systole and T wave will be representing ventricular diastole. Atrial diastole ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വേവ് ആണെന്നുള്ളതും കൂടെ ആലോചിച്ച് വെക്കുക. And one more thing I had told, this is of clinical significance. Any disturbance in your heart activities will be evident from this ECG. ECGയിൽ അത് എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ECGയെ കുറിച്ച് അറിഞ്ഞാൽ മതി. And we are moving on to the last topic of this chapter. ഏതാ? Diseases or disorders related to cardiac cycle. Okay, so heart circulation and the diseases over there. Okay, ആദ്യത്തെ ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് is ഹൈപ്പർ ടെൻഷൻ ആണ്. ആദ്യം നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഓർഡറിൽ തന്നെ പോവാം. ആദ്യം നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡിസീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ ഇസ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. നമ്മൾ കുറേ പേർക്ക് കാണുന്ന ഒരു ഡിസീസ് ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. പ്രഷർ ആണ്, BP ആണെന്നൊക്കെ കേട്ടിട്ടില്ലേ? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ബൈ ദ നെയിം ഹൈപ്പർ ടെൻഷൻ. ആക്ച്വലി വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു വെച്ചാൽ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ പോകും, റൈറ്റ്? ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് പോകുമ്പോൾ ആ ഫ്ലൂയിഡ് ആ വെസൽ വാളിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ബ്ലഡ് പ്രഷർ. നോർമലി ആ പ്രഷർ, ഓക്കെ, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ, അതായത് സിസ്റ്റോളിന്റെ സമയത്ത് നോർമലി ആ ബോഡി ഫ്ലൂയിഡ് ഈ പറയുന്ന ബ്ലഡ് വെസലിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വിൽ ബി 120 mmHg. 120 mmHg. mmHg എന്താ? മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. പ്രഷറിന്റെ യൂണിറ്റ് ആണ്. 120 millimeter ഓഫ് മെർക്കുറി ആണ് നമ്മുടെ സിസ്റ്റോളിന്റെ സമയത്ത് അഥവാ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രഷർ, ബ്ലഡ് വെസൽസിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഇനി ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഡയസ്റ്റോളിയുടെ സമയത്ത് that pressure will be, ഡയസ്റ്റോളിന്റെ സമയത്ത് that pressure will be 80 mmHg. 80 mmHg. അതാണ് നമ്മുടെ നോർമൽ BP എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ BP എത്രയാ? 120/80. This is not visible, right? Okay, 120/80 mmHg. 120/80 mmHg. That is our normal BP. Okay, ഓവർ വായിക്കുക കേട്ടോ. ഈ പറയുന്ന ബാർ ഇട്ട് വെച്ചാൽ ഇറ്റ് ഇസ് ഓവർ 120/80 mmHg. ഇനി ഈ BP 140/90 കൂടുവാണെങ്കിൽ, 140/90 mmHg കൂടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് അവർ വൈറ്റൽ ഓർഗൻസ് ലൈക്ക് കിഡ്നി, ബ്രെയിൻ പോലുള്ള വൈറ്റൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് വാട്ട് വി കോൾ ബൈ ദ നെയിം ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, നമ്മുടെ കിഡ്നി, ബ്രെയിനിനൊക്കെ എഫക്ട് ചെയ്യും. ബ്രെയിനിലൊക്കെ എഫക്ട് ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ളതായിരിക്കും, റൈറ്റ്? പ്രഷർ തലയ്ക്ക് അടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ദാറ്റ് കണ്ടീഷൻ. ഓക്കെ, 140/90 കൂടുവാണെങ്കിൽ, 140/90 കൂടുവാണെങ്കിൽ യു ഷുഡ് റിമെമ്പർ ദിസ് വാല്യൂ. 140/90, 140/90 എന്ന വാല്യൂവിൽ കൂടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് റെഫർ ചെയ്യുക. അത് നിങ്ങൾ എഴുതണം. Along with that you have to write it will affect our vital organs like brain and kidneys. ഇത്രയും കാര്യങ്ങളെ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ആൻജൈനയാണ് കേട്ടോ. ആൻജൈന എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ആൻജൈന? ആൻജൈന പെക്ടോറിസ് എന്നൊക്കെ പറയും. ആൻജൈന എന്ന് പറഞ്ഞു വെച്ചാൽ നത്തിങ് ബട്ട് അതൊരു അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന പേരാണ് ആൻജൈന. ANGINA.
Angina. Angina. What is angina? It is an acute chest pain. This acute chest pain എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഹാർട്ട് മസിൽസിലോട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ, ഹാർട്ട് മസിൽസിലോട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ, അതായത് ഹാർട്ട് മസിൽസിലോട്ട് ഓക്സിജൻ എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു acute chest pain എന്ന് വിളിക്കുന്ന പേരാണ് what? Angina. And it is common in elderly group, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് elderly ഗ്രൂപ്പിലായിരിക്കും ഈ angina pectoris നമ്മൾ കോമൺ ആയിട്ട് കാണുക. ഓക്കെ, ക്ലിയർ ആണോ? This angina pectoris will be commonly seen in those patients. Angina. Okay. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ എന്തായിരിക്കും? ആ ലങ്സ് വന്നൊന്ന് കൺജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ എന്തുണ്ടാവില്ല? പ്രോപ്പറായിട്ട് ഹാർട്ടിലോട്ട് എന്തെത്തില്ല? ഓക്സിജൻ ആൻഡ് ബ്ലഡ് സപ്ലൈ എത്തില്ല. അതിനെയാണ് നമ്മൾ ആൻജൈന എന്ന് വിളിക്കുക. And the next term we are going to discuss is atherosclerosis. Atherosclerosis. Something is getting adhered to the vessels. ഏത് വെസലാ? നമ്മളുടെ ഹാർട്ടിലോട്ട് നമ്മുടെ അയോട്ട ഉണ്ടല്ലോ, അതായത് ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അയോട്ട പോകുന്നുണ്ട്. ഈ അയോട്ടയുടെ ഒരു ബ്രാഞ്ച് ഹാർട്ടിന്റെ മസിൽസിലോട്ട് തന്നെ എന്തെത്തിക്കും? ബ്ലഡ് എത്തിക്കും. ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന അയോട്ടയുടെ ഒരു ബ്രാഞ്ച് പോകുന്നുണ്ട്. ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് coronary artery, and that branch is called as coronary artery. That coronary artery will be supplying blood to the heart muscles. ആ coronary arteryയിൽ എന്തെങ്കിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം, ഓക്കെ, അല്ലെങ്കിൽ ഫാറ്റ്, കൊളസ്ട്രോൾ, ഫൈബേഴ്സ്, ഓക്കെ, അങ്ങനെ ഫൈബേഴ്സ്, കാൽഷ്യം, കൊളസ്ട്രോൾ ഒക്കെ വന്നിട്ട് ഈ പറയുന്ന കൊറോണറി ആർട്ടറിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ്, എദർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഹാർട്ട് മസിലിലോട്ട് എന്തെത്തുമോ? ബ്ലഡ് എത്തുമോ? ഇല്ല, ബ്ലഡ് എത്തില്ല, ഓക്സിജൻ എത്തില്ല. സോ വാട്ട് ഹാപ്പൻസ്? ഹാർട്ട് മസിൽസ് വീക്ക് ആവാൻ തുടങ്ങും അതിലോട്ട് പ്രോപ്പർ ഓക്സിജൻ എത്താതിരിക്കുകയാണെങ്കിൽ. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് as atherosclerosis. Atherosclerosis. Otherwise we will call it by the name coronary artery disease. CAD നമ്മൾ കോമൺ ആയിട്ട് പറയും. coronary artery disease. ആരെ എഫക്ട് ചെയ്യുന്നത്? coronary artery നെ എഫക്ട് ചെയ്യുന്നതാണ്. What is coronary artery? It is the blood vessel which supplies oxygen or blood to heart muscles, and it is a branch of aorta. മനസ്സിലായല്ലോ? സോ ഇനി അടുത്ത ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് എന്താന്നുള്ളതാണ്. ഹാർട്ട് ഫെയിലിയർ, ഒരാൾ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ജോബ് അയാൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. ഹാർട്ടിന്റെ ജോബ് എന്താ? സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. പ്രോപ്പർ ആയിട്ട് എല്ലാ ഓർഗൻസിലോട്ടും ബ്ലഡ് എത്തിക്കുന്ന പണി ഹാർട്ടിന് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് as heart failure. Heart fails to pump blood to meet the needs of what? Our body organs. That condition is called as heart failure. Heart fails to pump enough blood to all tissues of our body. അതിനെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കുക. ഹാർട്ട് ഫെയിലിയർ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. എന്താ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഹാർട്ട് മസിൽസ് ഇല്ലേ, ഹാർട്ട് മസിൽസ് ഡെഡായി പോകുന്നതിനെ പറയുന്ന പേരാണ് ഹാർട്ട് അറ്റാക്ക്. എന്തുകൊണ്ടായിരിക്കും? അവിടോട്ട് പ്രോപ്പർ ഓക്സിജൻ എത്താത്തതുകൊണ്ട്. ഓക്കെ, പ്രോപ്പർ ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ അവിടോട്ട് പ്രോപ്പർ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല. സോ ദാറ്റ് ഹാർട്ട് മസിൽസ് വിൽ സ്റ്റാർട്ട് ഡൈയിങ് ഓഫ്, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് as ഹാർട്ട് അറ്റാക്ക്. ആദ്യത്തെ അറ്റാക്കിന്റെ സമയത്ത് ചിലപ്പോൾ കുറച്ച് ഭാഗത്ത് മസിൽസ് ആയിരിക്കും ഡെഡ് ആവുക, അടുത്ത അറ്റാക്കിന്റെ സമയത്ത് വേറെ ഭാഗത്ത് ഹാർട്ട് മസിൽസ് ഡെഡ് ആവും, പിന്നെ ഒരു മൂന്നാമത്തെ അറ്റാക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാ മസിൽസും ഡെഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ 3 അറ്റാക്ക് വരെയൊക്കെയാണ് പോവാന്നൊക്കെ പറയാം. ഓക്കെ, സോ എത്രത്തോളം ഹാർട്ട് മസിൽസ് ഡെഡ് ആവുന്നോ അതിനനുസരിച്ചായിരിക്കും ഹാർട്ട് അറ്റാക്കിന്റെ ഇന്റൻസിറ്റി പറയാം. മൈൽഡ് അറ്റാക്ക് ആയിരുന്നു അല്ലെങ്കിൽ സിവിയർ അറ്റാക്ക് ആണെന്നൊക്കെ പറയും. റൈറ്റ്? സോ ദാറ്റ് ഈസ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഇനി കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് കാർഡിയാക് അറസ്റ്റ്? അറസ്റ്റ് മീൻസ് സ്റ്റോപ്പിംഗ്. ഓക്കെ, സഡൻലി നമ്മുടെ ഹാർട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു, പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് as കാർഡിയാക് അറസ്റ്റ്. 3 ടേംസും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. വൺ ഇസ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിൽസ് ടു ഡു ഇറ്റ്സ് ജോബ്, റൈറ്റ്? അതിന്റെ ജോബ് എന്താ? ഹാർട്ട് പംപ്സ് ബ്ലഡ്, റൈറ്റ്? ആ പമ്പിംഗ് ഓഫ് ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് as ഹാർട്ട് ഫെയിലിയർ. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുക, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. And we had discussed about heart attack where muscles gets dead because oxygen supply proper ആയിട്ട് ഇല്ലാത്തതുകൊണ്ട്. These are the 3 conditions. And we had discussed atherosclerosis or coronary artery disease in which fats, cholesterol, fibrous deposits will accumulate in the coronary artery so that heart muscles ലോട്ട് proper ആയിട്ട് blood എത്താതിരിക്കും. അതിലോട്ട് എന്തെങ്കിലും വന്നടിയുമ്പോൾ proper ആയിട്ട് blood എത്തില്ല. ആ കണ്ടീഷനാണ് നമ്മൾ atherosclerosis എന്ന് പറയാം.
പിന്നെ ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറഞ്ഞു 140/90 ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് അൻജൈന പെക്ടോറിസ് ആസ് വെൽ. അൻജൈന പെക്ടോറിസ് ഇത്രയും ഡിസോർഡേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ECG ഓൾസോ ഇൻ ദിസ് സെഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക, നോട്ട്സ് ചെയ്താൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ വി ഹാഡ് കംപ്ലീറ്റഡ് നൗ. സോ അത് പഠിച്ച് നോട്ട്സ് എഴുതി ഇന്നത്തോടു കൂടി ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.